കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. നമ്മൾ ഒരു ചിട്ടയും കൃത്യങ്ങളൊക്കെ ആയിട്ട്, അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ ചിട്ടകളും കൃത്യങ്ങളൊക്കെ പാലിക്കുന്ന പോലെ പാലിച്ച് അങ്ങനെ ആ ഒരു ചിട്ടയിൽ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഒരു മാറ്റങ്ങൾ തന്നെയാണ് അല്ലേ. അപ്പോൾ ചിട്ടകളും കൃത്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ജീവിച്ച് പോകുക വെച്ചാൽ ഒന്നിലും നമുക്കൊരു ചിട്ടയും കൃത്യം ഉണ്ടാവില്ല. നമ്മുടെ ആരോഗ്യം പോലും നശിച്ചു പോകും കേട്ടോ. അപ്പോൾ എന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് വെച്ചാൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേനും നമ്മുടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പ്രായമായവർ, നമ്മുടെ അച്ചച്ചനോ അച്ചമ്മയോ അല്ലെങ്കിൽ മുത്തച്ഛനോ അമ്മൂമ്മയോ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ അമ്മമാർ ചെയ്യുന്ന കൃത്യങ്ങൾ, അതുപോലെ ചിട്ടയായ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പം അങ്ങനെ കണ്ടു പഠിക്കുന്നത് കൊണ്ട് ആ ഒരു ചിട്ടയും കൃത്യം അവരുടെ അത്ര ഇല്ലെങ്കിലും നമുക്കും അങ്ങനെ ഒരു കൃത്യതയോട് കൂടിയിട്ടാണ് നമ്മളും പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഉണ്ടെങ്കിൽ തന്നെയാണ് ജീവിത വിജയത്തിനും കാരണമാവുള്ളൂ കേട്ടോ. ചിട്ടയും കൃത്യം ഇല്ലാതെ പെരുമാറിയിട്ട് നമ്മൾ അടുക്കും ചിട്ടയില്ലാതെ നമ്മുടെ ജീവിതം, അതുപോലെ തന്നെ നമ്മുടെ വീടും പരിസരമൊക്കെ അതുപോലെ ആവുമ്പോൾ തന്നെ പുറമെ നിന്ന് കാണുന്നവർക്കാണെങ്കിലും നമുക്കാണെങ്കിലും എപ്പോഴും നെഗറ്റീവ് മാത്രമല്ലാതെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും അടുക്കും ചിട്ടയായിട്ട് ചെയ്യുമ്പോൾ അതിന് ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് നമുക്ക് അല്ലേ. ജീവിതത്തിലാണെങ്കിലും നമുക്ക് കാര്യങ്ങൾ കാണുമ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിലും അപ്പോൾ അടുക്കും ചിട്ടയും വേണം. അപ്പോൾ ഞാൻ അതിന് മുൻപൊരു പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് വലത്തോട്ട് തിരിഞ്ഞ് എഴുന്നേൽക്കണം എന്നാണ് പറയുക. അപ്പോൾ വലത്തോട്ട് തിരിഞ്ഞ് എഴുന്നേറ്റതിന് ശേഷം നമ്മൾ ഭൂമി ദേവിയൊക്കെ വന്ദിച്ച്, അതുപോലെ കൈകളിലേക്ക് നോക്കി കരാഗ്രേ വസതി ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലെ പാർവതി എന്ന നാമം 3 പ്രാവശ്യമെങ്കിലും ഉരുവിട്ടതിന് ശേഷം നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ പ്രാഥമിക കൃത്യങ്ങളൊക്കെ നിർവഹിച്ച്, രാവിലെ കുളിച്ച് വിളക്ക് വെക്കുന്നവരാച്ചാൽ വിളക്ക് വെച്ചതിന് ശേഷം നമ്മുടെ വീടൊക്കെ അടിച്ചു വാരി, വീടും പരിസരമൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി നമ്മൾ ഓരോന്നോരോന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുക അല്ലേ. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ വീട്ടിൽ വേണ്ടവർക്കെല്ലാം സമയത്തിന്, അതായത് പണ്ടുള്ളവർക്കൊക്കെ ഒരു സമയം ചിട്ടും കൃത്യം ഉണ്ടാവും ഭക്ഷണ കാര്യങ്ങൾക്കൊക്കെ അല്ലേ. അപ്പോൾ ഞാനാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ 9 മണിയുടെ ഉള്ളിലൊക്കെ നമ്മൾ രാവിലത്തെ ടിഫിനൊക്കെ കഴിച്ച്, അതുപോലെ ഉച്ചയ്ക്ക് 1 മണിക്കും 1:30ക്കും ഉള്ളിൽ ഭക്ഷണം, വിശന്നാലും വിശന്നില്ലെങ്കിലും എൻ്റെ പോളിസി അതാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയും, വിശക്കുണ്ടോ ഇല്ലയോ നോക്കണ്ട, ഈ സമയത്ത് കഴിച്ചോളാൻ പറയും. അതുപോലെ ചായ കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 4 മണിക്ക് ചായ കുടിക്കുക. അപ്പോൾ ചായ കുടിക്കുന്നതൊന്നും അത്ര നല്ലതല്ല, എന്നാലും രാവിലെ നമുക്കൊരു ഉണർവും ഉന്മേഷം കിട്ടാനായിട്ട് രാവിലെ ഒരു ചായ അല്ലേ, അപ്പോൾ അത് കുടിക്കാം. അതുപോലെ തന്നെ 4 മണിത്തെ ചായ ഞാൻ ഒഴിവാക്കി ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു കട്ടനോ അല്ലെങ്കിൽ നമ്മൾ ചുക്ക് കാപ്പിയൊക്കെ എന്തെങ്കിലും ഈ സമയമൊക്കെ ആകുമ്പോഴോ അല്ലെങ്കിൽ മഴക്കാലത്താണെങ്കിലും ചുക്ക് കാപ്പിയൊക്കെ നമ്മൾ കഫക്കെട്ടിനൊക്കെ നല്ലതാണ്. അത് എപ്പോഴും കുടിക്കുന്നത് നല്ലതല്ല, കാരണം ഗ്യാസും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളുള്ളവർക്ക് ചുക്ക് കാപ്പി പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഉച്ചക്കലത്തെ ഊണൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അതിനുശേഷം 4 മണിത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ അപ്പോഴേക്കും നമുക്ക് സന്ധ്യാസമയമായി. വീടും പരിസരമൊക്കെ വീണ്ടും ഒന്ന് അടിച്ച് വാരി. അപ്പോൾ ഇപ്പൊക്കെ മുറ്റൊക്കെ വീണ്ടും അടിച്ചില്ലെങ്കിലും ഒരു നേരയ്ക്ക് ചിലവരടിക്കുള്ളൂ, എന്നാലും അപ്പം ചിലവർ രാവിലെ തിരക്കിൽ അടിക്കാൻ പറ്റിയില്ലെങ്കിൽ വൈകിട്ടാണ് അടിച്ചത്, അല്ലെങ്കിൽ അതുപോലെ തന്നെ അടിച്ച് തുടച്ചിരുന്നതൊക്കെ ചിലവരിപ്പോൾ വൈകിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ശേഷം നമ്മൾ വിളക്കൊക്കെ വെച്ച്, അപ്പോൾ അതിന് മുൻപ് നമ്മൾ വിളക്കൊക്കെ കഴുകി വെച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ വിളക്കൊക്കെ വെച്ചതിന് ശേഷം സന്ധ്യയ്ക്ക് നാമൊക്കെ ചൊല്ലി കുറച്ച് സമയം അങ്ങനെ ചിലവഴിച്ച്, ചിലവരൊക്കെ ഇപ്പോൾ ടി വിയൊക്കെ കണ്ടിരിക്കുന്നവരുണ്ടായിരിക്കും, ചിലവർ കുറച്ച് സമയം മൊബൈൽ നോക്കിയിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് രാത്രി ടിഫിൻ തന്നെയാണ് ഇപ്പോൾ മിക്കവരും അല്ലേ. ഉച്ചയ്ക്ക് ഒരു നേരമാണ് ഊണ് കഴിക്കുന്നുള്ളൂ, അപ്പോൾ ബാക്കിയൊക്കെ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാത്രിയിലേക്ക് ടിഫിൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടിഫിനൊക്കെ നോക്കേണ്ട, കഴിക്കാൻ എന്താ ഉണ്ടാക്കേണ്ടത് വെച്ചാൽ അതിനൊക്കെ നോക്കേണ്ട സമയമായി അല്ലേ. അപ്പോൾ നമ്മളൊരു 8 മണി 8:30യോട് കൂടിയിട്ട് നമ്മുടെ രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കുക. അതിന് മുൻപ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്, ഒരു 7 മണിക്കൊക്കെ. അപ്പോൾ ആരോഗ്യപരമായിട്ട് അങ്ങനെ നല്ലതെന്ന് പറയുക. എന്നാലും ഒരു 8 മണി 8:30ക്കൊക്കെ ചിലവർ പറയേ 7 മണിക്ക് കഴിച്ച് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ ഒരു ഉറക്കം കഴിഞ്ഞ് വിശക്കുക എന്ന് പറയണത് കേൾക്കാട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരൊരു 8:30യുടെ ഉള്ളിൽ കഴിക്കാനായിട്ട് നോക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച്, അപ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ തന്നെയാണ് നമുക്ക് വീട് വൃത്തിയാക്കാനും അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി കഴുകാനും പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഒരാൾ അല്ലെങ്കിൽ 2 പേരോ കഴിച്ച് ബാക്കിയുള്ളവർ രാത്രി 12 മണിക്കും 10 മണിക്കൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ ചിട്ട തന്നെ തെറ്റിപ്പോവും അല്ലേ. അപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അടുക്കളയൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കി പാതമുറക്കെ തുടച്ച് സ്റ്റൗവൊക്കെ ക്ലീൻ ആക്കിയിട്ട് പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പണി ചെയ്യാൻ തന്നെ ഒരു ഉത്സാഹം അല്ലേ. നേരെ തിരിച്ച് നമ്മൾ പാത്രങ്ങളൊന്നും കഴുകി വെക്കാതെ, ചായയൊക്കെ വെക്കാനുള്ള പാത്രം നമ്മൾ രാവിലെ വന്നിട്ട് എഴുന്നേറ്റ് കഴുകി വെച്ചിട്ടാണ് ചായ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ ദിവസം മുഴുവൻ ഉഷാറും പോകും കേട്ടോ.
അപ്പോൾ അങ്ങനെയൊക്കെയാണ്. നമ്മൾ അടുക്കളയൊക്കെ വൃത്തിയാക്കി വെച്ചാൽ തന്നെ രാവിലെ വരുമ്പോൾ ഒരു ഉണർവോട് കൂടി ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അല്ലാത്ത പക്ഷം നമുക്കൊരു ഉണർവേ ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ വൈക്കുച്ചാലും ഇല്ലെങ്കിലും രാവിലെ നല്ല പ്രസരിപ്പോട് കൂട്ടിയിട്ട് അല്ലെങ്കിൽ ഉണർവോട് കൂട്ടിയിട്ട് ദൈവത്തിന് വിചാരിച്ച് നമ്മൾ വന്ന് നമ്മുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടുക്കളപ്പണിയിലേക്ക് തിരിഞ്ഞു നോക്കൂ. നല്ല ഉഷാറായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. നേരെ തിരിച്ച് നമ്മൾ രാവിലെ നീക്കുമ്പോൾ തന്നെ ഇനിയിപ്പോൾ നീക്കണ്ടേ ഉണ്ടാക്കണ്ടേ എന്നൊക്കെ ചിന്തിച്ചിട്ട് നീട്ട് വരിക വെച്ചാൽ ആ ദിവസം പോക്കാം. അന്ന് മൊത്തം നമുക്ക് ക്ഷീണം കേട്ടോ, പിന്നെ വയ്യാന്ന് തോന്നും കേട്ടോ. അങ്ങനെയാണ്. ഇന്നത്തെ തലമുറയിലൊക്കെ ഉള്ളവരെന്താ ചെയ്യുക വെച്ചാൽ രാവിലെ നേരത്തെ ഒന്നും എഴുന്നേൽക്കില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ നമുക്ക് നേരത്തെ എഴുന്നേറ്റ് ഭക്ഷണം പാചകം ചെയ്ത് നമുക്ക് പറഞ്ഞയക്കുന്നത് പോലെ തന്നെ അതേ ചിട്ടയോട് കൂടിയിട്ടാണ് നമ്മുടെ അച്ഛനമ്മമാർ വീണ്ടും കാര്യങ്ങൾ ചെയ്തു പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള കുട്ടികൾ എന്താ ചിന്തിക്കുക വെച്ചാൽ ആർക്കും സ്കൂളിലേക്കൊന്നും പോകണ്ടല്ലോ, എവിടേക്കും പോകണ്ടല്ലോ, അല്ലെങ്കിൽ ജോലിക്കും പോകണ്ട, അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ടുപോകണ്ടല്ലോ, അപ്പോൾ പിന്നെ മെല്ലെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ 8 മണിയായിട്ട് നീക്കുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. 8 മണിക്ക് നീട്ട് വന്നിട്ട് ടിഫിൻ റെഡിയാക്കി വരുമ്പോഴത്തേനും 10 മണിയാവും. അത് കഴിച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഉച്ചയ്ക്ക് ഊണും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വരുമ്പോൾ 2:30 3 മണിക്ക്, പിന്നെ 4 മണിക്ക് ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ചായ കുടിക്കേണ്ടത് 7 മണിക്കാക്കും. അതുപോലെ തന്നെ അവർ രാത്രിയിലത്തെ ഭക്ഷണം 10 മണി 12 മണിയാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ രീതിയിൽ കൂടെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ രാത്രി 10 മണി 12 മണിക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് വയ്യ, പാത്രങ്ങളൊക്കെ അവിടെ കടന്നോട്ടെ, അടുക്കളയൊക്കെ അങ്ങനെ തന്നെ കടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇട്ടിട്ട്, അതായത് പാതയമർത്തൊക്കെ പോയിട്ടുണ്ടെങ്കിലും അതുപോലെ പാചകം ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റൗവിൻ്റെ മുകളിലൊക്കെ ആവുമല്ലോ അല്ലേ. അപ്പോൾ എത്ര സൂക്ഷിച്ച് ചെയ്താലും നമ്മുടെ സ്റ്റൗവിൻ്റെ മുകളിലേക്കൊക്കെ ചിലപ്പോൾ തെറിച്ച് പോവുക അല്ലെങ്കിൽ ചായ തിളച്ച് പോവുക അങ്ങനെയൊക്കെ ചെയ്യും. അതൊക്കെ അങ്ങനെ തന്നെ ഇട്ടിട്ട് രാത്രി പോയി കിടന്നുറങ്ങിയിട്ട് രാവിലെ നീട്ട് വരുമ്പോൾ 8 മണിക്ക് നീട്ട് വരുന്നവർക്ക് ആദ്യം എന്താ ചെയ്യാണ്ടാവുക, അടുക്കള മൊത്തം വൃത്തിയാക്കേണ്ടി വരും. അതുപോലെ നമുക്ക് രാവിലെ ചായ വെക്കേണ്ട പാത്രം, ടിഫിൻ ഉണ്ടാക്കേണ്ട പാത്രങ്ങളൊക്കെ കഴുകി എടുക്കേണ്ട ഒരു ഗതികേടാണ് ആ സമയത്ത് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേനും സമയം പോവുകയാണ്. അപ്പോൾ നമുക്ക് മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ വീടും പരിസരം എന്ന് മാത്രമല്ല നമ്മുടെ ലൈഫ് സ്പോയിലായി എന്ന് തന്നെ പറയാം കേട്ടോ. കാരണം നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും ഇന്നത്തെ കാലത്ത് അസുഖങ്ങൾ വരുന്നത് ഏത് വഴിക്കാന്ന് പറയാൻ പറ്റില്ല. എങ്ങനെയൊക്കെയാണ് അസുഖങ്ങൾ വരിക എന്നും പറയാൻ പറ്റില്ല. എത്ര ശ്രദ്ധിച്ചാലും എത്ര ആരോഗ്യപരമായി നമ്മൾ നീങ്ങിയാലും അസുഖങ്ങൾ വരും. അപ്പോൾ വരുന്ന അസുഖത്തിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. വന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് ദുഃഖിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതനുസരിച്ച് പെരുമാറുക. പക്ഷെ പരമാവധി നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനായിട്ട് നമ്മുടെ കഴിവനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോവുക അല്ലേ. അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ ഒന്നും നമുക്ക് എന്തെന്നാ പറയുക ഇന്നതേ വരുള്ളൂ അല്ലെങ്കിൽ ഇന്ന മാതിരി പറ്റുള്ളൂ എന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ നല്ല ചിട്ടയും കൃത്യമായിട്ട് അതുപോലെ വൃത്തിയായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റിയാച്ചാൽ അത് പ്രകാരം നമ്മൾ ചെയ്ത് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ പിന്നെ നമ്മുടെ വിധി അല്ലെങ്കിൽ യോഗം അതെന്താ വെച്ചാൽ അതുപോലെ വന്നേ തീരുള്ളൂ. അത് നമുക്ക് മാറ്റാൻ കൂട്ടിയേ പറ്റില്ലല്ലോ. അപ്പോൾ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക. ബാക്കി വരാനുള്ളതൊക്കെ വരുന്ന പോലെ വരട്ടേന്നേ. അതുപോലെ ചിലവരുണ്ട് എനിക്ക് കഴിഞ്ഞ കൊല്ലം അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ വെച്ച് ആകുലത പിടിച്ചിട്ടും ആദി പിടിച്ചിട്ടും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് വെറുതെ ടെൻഷൻ അടിച്ച് ജീവിക്കുക. നമ്മൾ വർത്തമാനകാലത്തിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. കഴിഞ്ഞു പോയതിനെക്കുറിച്ചോ വരാനിരിക്കുന്നതിനെക്കുറിച്ചോ ഒരുപാട് ചിന്തിച്ചിട്ട് നമ്മൾ വെറുതെ ഓരോന്നും ആലോചിച്ച് ടെൻഷൻ അടിച്ച് രോഗം വരുത്തി വെച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ വർത്തമാനകാലത്ത് കൂടെ നമുക്ക് ഇന്നുള്ളതിനെ കൂടെ നമ്മൾ ജീവിച്ച് പോവുക. അത് മാത്രം നമ്മുടെ കൺമുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിജയം അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന ആകെയുള്ളൊരു കാര്യം അത് മാത്രമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചും വരാനിരിക്കുന്നതിനെക്കുറിച്ചും ആകുലതപ്പെട്ടിട്ട് നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഇന്ന് പോകുന്ന ഈ വഴിയിൽ കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുക. ഒരാൾക്കും കഴിയുന്നത് നമുക്ക് ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവിക്കാതെ നമ്മൾ ജീവിച്ച് പോവുക. നമ്മളതിനെ പലരും ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിന് നമ്മൾ ഒരാളുടെ അടുത്ത് ഒന്നിനും ചെന്നില്ലെങ്കിലും നമ്മളതിനെ എപ്പോഴും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. എന്താ ചെയ്യുക? അപ്പോൾ അതിന് തടയിടാനായിട്ട് ശ്രമിക്കാനായിട്ട് നമ്മൾ നോക്കുക. ചിട്ടകളായിട്ട് നമ്മൾ കാര്യങ്ങൾ കൊണ്ട് നടന്ന് നമ്മൾ ജീവിച്ച് പോകുമ്പോൾ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് നമുക്ക് കുറച്ചൊക്കെ ശ്രദ്ധിക്കാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും ഡയറ്റ് നോക്കലും അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് പലവിധ അസുഖങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളിതിന് മുൻപ് കഴിഞ്ഞ ആഴ്ച കൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്, ഒരു കുട്ടി ഡയറ്റ് നോക്കിയിട്ടാണ് മരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അതെന്തോ ആവട്ടെ, നമുക്ക് അതിലേക്ക് കിടക്കണില്ല. പക്ഷെ അങ്ങനെ നമ്മൾ തോന്നിയ പ്രകാരം നമ്മൾ ഡയറ്റ് നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ഭക്ഷണം കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ ഭക്ഷണം നമ്മൾ സമയത്ത് കഴിക്കും വേണം കേട്ടോ. അത് നേരങ്ങളിൽ കഴിക്കുക. കാലത്ത് കഴിക്കേണ്ടത് കാലത്ത് കഴിക്കുക. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ ഉപവാസത്തെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ കാലത്തെ ഭക്ഷണം ഒഴിവാക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലവരൊന്നും കാലത്ത് ഭക്ഷണം കഴിക്കുന്നത് കാണുന്നില്ല കേട്ടോ. കാലത്തെ ഭക്ഷണം ഒഴിവാക്കിയൊക്കെയാണ്. അപ്പോൾ നമ്മളിനിയിപ്പോൾ നിങ്ങൾ ഇഡ്ഡലിയോ ദോശ അല്ലെങ്കിൽ ചപ്പാത്തി ഒന്നും കഴിക്കേണ്ട, റാഗി കുറുക്കിയതോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ
ചെയ്ത് നമ്മൾ ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കുക, ഒന്നും കഴിക്കാതിരിക്കരുത്. അതുപോലെ തന്നെ ഉച്ചക്കലത്തെ ഭക്ഷണം ഒരു ചട്ടുകൻ ചോറ് അല്ലെങ്കിൽ ഒരു പിടി ചോറ് എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ അതുപോലെ കഴിക്കുക കേട്ടോ. അപ്പോൾ ഇറച്ചി മീനും കഴിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുക. അതുപോലെ തന്നെ ഇലക്കറികളും ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇലക്കറികളിലൊന്നും വേറെ വിഷമില്ലല്ലോ, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുക വെച്ചാൽ മുരിങ്ങയില ചീരയില എന്നൊക്കെ. അപ്പോൾ അതിലൊന്നും വേറെ വിഷം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചിട്ടയായി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ ഒരു പരിധി വരെ സംരക്ഷിക്കാനായിട്ട് കഴിയും. അതുപോലെ ജീവിതത്തിൽ ചിട്ടയും കൃത്യം വന്നാൽ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി തന്നെ ജീവിതത്തിൽ വരും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വരാൻ വെച്ചത് വഴി താങ്ങില്ലല്ലോ. അപ്പോൾ നമുക്ക് അനുഭവിക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ അനുഭവിച്ചേ തീരുള്ളൂ. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരുടെ എനിക്ക് പങ്കുവെക്കാനുള്ളത് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇന്നത്തെ എൻ്റെ വിശേഷം അത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.